ദൈവനാമത്തിന് മഹത്വം. പീഡാനുഭവ ആഴ്ചയുടെ 2-ാം ദിനമായ ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ്. യേശുകർത്താവിൻ്റെ 2-ാം വരവും ലോകാവസാനത്തിൻ്റെ അടയാളവും ശിഷ്യന്മാർ ചോദിക്കുന്നതാണ് പശ്ചാത്തലം. ഒരു കല്ല് പോലും മറ്റൊരു കല്ലിന്മേൽ നിൽക്കാതെ ദേവാലയം ഇടിഞ്ഞു പോകുമെന്നും യുദ്ധങ്ങൾ, ക്ഷാമം മുതലായവ ഉണ്ടാവുമെന്നും വിശ്വാസികൾ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുമെന്നും ഇങ്ങനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി യേശു കർത്താവ് ഇവിടെ സംസാരിക്കുന്നു. ഇതൊരു മുന്നറിയിപ്പും അതേസമയം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ആഹ്വാനവുമാണ്. ഒന്നും സ്ഥിരമല്ലാത്ത ഈ ലോകത്ത് സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം താൽക്കാലികമാണ്. പല തെറ്റായ ഉപദേശങ്ങളും വിശ്വാസങ്ങളും നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. എന്നാൽ അവസാനം വരെ സഹിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു കർത്താവ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ ജാഗ്രതയിലേക്ക് വിളിക്കുന്നു. നോമ്പുകാലം നമ്മുടെ ആത്മീയ ജാഗ്രതയുടെ സമയമാണ്. ഒരു ചെറിയ ആത്മീയ പരിശീലനമാണ്. പരീക്ഷകൾ വരുമ്പോൾ അതിനെ അതിജീവിച്ച് വിശ്വാസത്തിൽ ഉറച്ച് മാറാത്ത ദൈവവചനത്തെ നാം ഓരോരുത്തരും ആയുധമാക്കണം. ഈ നോമ്പ് ദിനങ്ങൾ അതിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.